ഈ ആയുഷ് മെഡിസിൻ സിസ്റ്റം എങ്ങനെയാണത് ആപ്ലിക്കബിൾ ആവുന്നത്? ഇത് എങ്ങനെയാണ് നിങ്ങളിത് കമ്പൈൻ ചെയ്യുന്നത്? കാരണം ആയുർവേദം ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ്. ഒരു കേസ് വെച്ച് പറയുമ്പോൾ, ഉദാഹരണം വെച്ച് പറയുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാവും. ഉദാഹരണത്തിന് ഇപ്പോൾ റീഹാബ്, ഇപ്പോൾ സ്ട്രോക്ക് വന്ന കേസ്, തലച്ചോറിൽ ഇൻഫാക്ട് വരുന്നു, ഒരു ഭാഗം തളർന്നു പോകുന്നു, കിടപ്പിലാവുന്നു. ഈ രോഗിക്ക് ഇപ്പോൾ യൂറോപ്പിലാവട്ടെ മറ്റിപ്പോൾ ഏത് GCCയിലാവട്ടെ കാര്യമായിട്ട് കൊടുക്കാനുള്ള ചികിത്സ എന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പിയും ഒക്കുപേഷണൽ തെറാപ്പിയും ആയിരിക്കും. ആ ഒരു കേസ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഫിസിയോതെറാപ്പിയും കൊടുക്കുന്നു, ഒക്കുപേഷണൽ തെറാപ്പിയും കൊടുക്കുന്നു, അതിന് കൂടെ ഒരു നേരം ആയുർവേദിക് മസാജ് കൊടുക്കുന്നു, മറ്റൊരു സമയത്ത് യുനാനിയുടെ കപ്പിങ് കൊടുക്കുന്നു, ഒരു നേരം അക്യുപഞ്ചർ കൊടുക്കുന്നു. ഇതൊക്കെ കൊടുത്തത് കൂടെ തന്നെ ട്രഡീഷണൽ കളറി മർമ്മയിൽപ്പെട്ട ഏതെങ്കിലും സ്ട്രെച്ചിങ് ടെക്നിക്കുകൾ മോർണിംഗിൽ തന്നെ കൊടുത്ത് ഒരു ജോഗിംഗ് ഒക്കെ നടത്തിച്ച് അങ്ങനെ ആ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ പലയിടത്തുനിന്നും കിട്ടാത്ത റിസൾട്ട് അത്ഭുതകരമായി കൊടുക്കാൻ സാധിക്കും. ഞങ്ങൾക്ക് ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ. കാരണം ജർമ്മനിയിൽ പോയി മാറ്റമില്ലാത്ത കേസ് ഇവിടെ വന്നിട്ട് ഇത് കോമ്പിനേഷൻ കൊടുക്കുന്ന സമയത്ത് വൻ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്.